സൈക്കിളിൻ്റെ അറ്റം പിടിച്ച കൈകളിലേക്ക് കല്ലു മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു വഷളൻ ചിരിയുമായി നിൽക്കുന്ന ജോസഫേട്ടനെ. അച്ഛൻ്റെ ഉറ്റ സുഹൃത്താണ് അയാൾ. അയാളുടെ ഒപ്പം കൂടിയതിൽ പിന്നെയാണ് അച്ഛൻ ഇത്രയും അധപതിച്ചത്. അല്ലെങ്കിലും ഒരാളെ മാറ്റാനും തിരുത്താനും നശിപ്പിക്കാനും ഒക്കെ കൂട്ടുകെട്ട് വലിയൊരു പങ്ക് പറ്റുന്നുണ്ട്. സിഗരറ്റിൻ്റെ കറ കാർന്നു തിന്ന പല്ലുകാട്ടി അയാൾ പിന്നെയും ചിരിച്ചു. എനിക്കൊരു നിമിഷം അറപ്പ് തോന്നി. കൊച്ചേ, ജോസഫേട്ടനൊരു 100 രൂപ കാണിച്ചേ. വൈകിട്ട് ഞാൻ അച്ഛന് തിരിച്ചങ്ങ് കൊടുത്തോളാം. ജോസഫ് തല ചൊറിഞ്ഞുകൊണ്ട് കല്ലുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിപ്പോൾ എനിക്ക് ജോലി കിട്ടിത്തുടങ്ങിയ അന്നു മുതൽ തുടങ്ങി വെച്ച ഒരു ചടങ്ങാണ്. തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ ഏറെയായി. ചിലപ്പോഴൊക്കെ അയാൾ എൻ്റെ അച്ഛനോളം അധികാരം തന്നിൽ കാണിക്കും. കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ബാഗ് പിടിച്ചു വാങ്ങി അയാൾക്ക് വേണ്ട 100ഓ 50ഓ അയാൾ കൈക്കലാക്കും. മിക്കവാറും ദിവസം കല്ലു നിശബ്ദയായി നിൽക്കേണ്ടി വരും. എൻ്റെ ധൈര്യമില്ലായ്മയും അച്ഛൻ്റെ കഴിവില്ലായ്മയും അയാൾ ഒരുപോലെ ചൂഷണം ചെയ്ത് ജീവിച്ചു. ചിലപ്പോഴൊക്കെ അയാളെ കാണുമ്പോൾ എനിക്ക് അട്ടയെ ഓർമ്മ വരും. നമ്മളുടെ ദേഹത്ത് പറ്റിക്കൂടി നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ചോര മുഴുവൻ ഊറ്റിക്കുടിച്ച് ചുരുണ്ടു വീഴുന്ന അട്ടയെ. അത്രയും നികൃഷ്ടനായിരുന്നു അയാൾ. അന്നും അയാൾക്ക് വേണ്ടത് കൊടുക്കാതെ തരമില്ലായിരുന്നു. പൊതുവെ ആരെങ്കിലും തന്നോട് ഒച്ചെടുത്ത് സംസാരിക്കുന്നതും ആൾക്കൂട്ടത്തിൽ പരിഹാസയാവുന്നതും കല്ലുവിന് നേരിടാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ജോസഫേട്ടനുള്ളത് അങ്ങ് കൊടുത്ത് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. തിരക്കിട്ട് വീട്ടിൽ നിന്നും കുഞ്ഞാറ്റയെയും കൂട്ടിയിറങ്ങുമ്പോൾ വീട്ടിൽ ആരും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ശരവണൻ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ വേഗത്തിൽ നടക്കുമ്പോൾ നാട്ടുകാരിൽ പലരും എന്നെയും കുഞ്ഞാറ്റയെയും ചൂഴ്ന്നു നോക്കുന്നുണ്ട്. അധികം ആർക്കും മുഖം കൊടുക്കാതെ വേലി മുറിച്ചു കടന്ന് ഉള്ളിലേക്ക് കയറി. എന്തോ ഇന്ന് ശാന്തമാണ് അവിടം. പതിയെ കല്ലു ആ മരവാതിലിൽ തട്ടി വിളിച്ചു. കുറച്ച് നിമിഷത്തിൻ്റെ സാവകാശത്തിൽ ആ വാതിലുകൾ തുറക്കപ്പെട്ടു. മുന്നിൽ സന്ധ്യ ചേച്ചി. കല്ലുവിനെന്തോ അവരെ കണ്ടപ്പോൾ സങ്കടം തോന്നി. പച്ചക്ക് കത്തിക്കാൻ നോക്കിയ ഇടത്തേക്ക് തന്നെ പിന്നെയും കയറി വന്നിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം. ശരവണ ഉള്ളിടത്ത് ജീവനേ ഭീഷണിയുള്ളൂ, പെണ്ണുടലുകൾക്ക് ഭീഷണിയില്ല എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ. കുഞ്ഞാറ്റ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ കുഞ്ഞിക്കിളി അതിൻ്റെ അമ്മയുടെ ചിറകിനടിയിൽ പതുങ്ങി. ഒരു രാത്രി കൊണ്ട് അമ്മയില്ലാതെ ഞാൻ എന്തോരം വിഷമിച്ചുവെന്ന് പറയാതെ പറഞ്ഞു. നന്ദിയുണ്ട് എന്ന അർത്ഥത്തിൽ അവരെന്നെ നോക്കി കൈകൾ കൂപ്പി. ഞാൻ അവരുടെ കയ്യിൽ കൈകൾ ചേർത്ത് അരുതെന്ന് കണ്ണുകൾ കൊണ്ട് മൊഴിഞ്ഞു. ചേച്ചി, ശരവണൻ ചേട്ടൻ? ചോദ്യം ഞാൻ പാതി വഴിയിൽ നിർത്തി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കല്ലു. കുഞ്ഞാറ്റയെ കാണാഞ്ഞിട്ട് കൂട്ടിലടച്ച വെരുകിനെ പോലെ ചുറ്റും പായുന്നുണ്ടായിരുന്നു. എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ ഒന്നും പറയാനും പോയില്ല. കുടിച്ച് കെട്ടിറങ്ങിയിരുന്നു. സ്വബോധത്തിലാണെങ്കിൽ എന്നോട് മിണ്ടാൻ വരാറില്ല. മുഖത്തേക്ക് നോക്കുക പോലുമില്ല. ഉമ്മറത്തെ തിണ്ണയിൽ അങ്ങനെ ഇരിക്കും, മുഖവും താഴ്ത്തി. സന്ധ്യ പറഞ്ഞു നിർത്തി. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു കെട്ടുകഥയായി തോന്നി കല്ലുവിന് ശരവണനെ. ഒരേ സമയം അയാളെക്കുറിച്ച് പറയാൻ ചേച്ചിക്ക് നന്മയും തിന്മയുമുണ്ട്. യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരം മുന്നിൽ ദേ ശരവണൻ. ഭയം എന്ന വികാരം എന്നെ അപ്പാടെ വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു. ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നിരിക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കാൻ കല്ലു നന്നെ ബുദ്ധിമുട്ടിയിരുന്നു. ഹൃദയമിടിച്ച് ഇപ്പോൾ പുറത്തു വരുമെന്ന് തോന്നിപ്പോയി. അത്രയും ശക്തമായി അത് മിടിക്കുന്നുണ്ടായിരുന്നു. ശരവണനെ മറികടന്ന് പോവാൻ നേരം കല്ലുവിൻ്റെ ഉള്ളംകൈ പോലും നനഞ്ഞിരുന്നു. നീ എങ്കെ പോകിരേ, അങ്ങേയേറ്, ഞാൻ പേസ വേണ്ടും. ആ ശബ്ദം അവളുടെ കാലുകൾക്ക് വിലക്കിട്ടു. മുന്നിൽ നിൽക്കുന്നവനിലേക്ക് അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് നോക്കി. കുഞ്ഞാറ്റ ഉന്നുട്ടാൻ ഇരുന്നലാ? അവൾ മിണ്ടാതെ തല താഴ്ത്തി. നീങ്ക കൂടെ ആയിരുന്നോ ഇന്നലെ എൻ കുഞ്ഞാറ്റ? അയാൾ തമിഴ് ചൊവ്വയുള്ള മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങി. ആണോ? അയാൾ അലറി. ആ അതെ, അവൾ അറിയാതെ മൂളി. എൻ കുളന്തേ കാക്ക നീ ആര്? ശരവണൻ ചോദിച്ചു. അയാളുടെ മകൾ. ആ വാക്ക് കല്ലുവിനെ ചുട്ടുപൊട്ടിച്ചു. അയാൾക്ക് സംരക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്നലെ തനിക്ക് കുഞ്ഞാറ്റക്ക് അഭയം കൊടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇനി ഉന്നെ ഇങ്ക പാർക്കക്കൂടാതെ, മുന്നാലിരുന്ന് പോ വെളിയെ. അയാൾ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി കല്ലു പടികടന്നു. അന്ന് മുഴുവൻ കല്ലുവിൻ്റെ മനസ്സാകെ നൂൽ പൊട്ടിയ പട്ടം കണക്കെ പാറിപ്പറന്ന് നടക്കുകയായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ മുഖം മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. അറക്കലെത്തിയിട്ടും ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരുന്നു. പലവട്ടം ബീവിയുമ്മ കാര്യം ചികഞ്ഞു. ഒടുവിൽ ആ കൈത്തണ്ടയിൽ മുഖം ചേർത്ത് കട്ടിലിന് ഓരം ചെന്നിരുന്നു. കല്ലുവിൻ്റെ ഉള്ളിലെ ആശങ്കകൾ ചെറിയ തുള്ളികളായി ആ കൈത്തണ്ടയിൽ വീണുമാഞ്ഞു. ഇജ് എന്താ പെണ്ണെ ഹിമാറിന് 2 പൊട്ടിക്കാഞ്ഞേ എന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ കല്ലുവിന് ചിരി വന്നുപോയി. കല്ലു ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ ബെസ്റ്റ്.
എന്നെ ശരവണൻ രണ്ടായി മടക്കി വല്ല മരക്കൊമ്പിലും കൊളുത്തിയിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മധുരം കഴിക്കാമല്ലോ അല്ലേ? കല്ലു ചോദിച്ചു പോയി. ദിവ്യമ്മയുടെ മുഖത്ത് തെളിഞ്ഞൊരു ചിരി വന്നു. പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ആ ചിരി. ആ ചിരിയിൽ എൻ്റെ കനൽ കെട്ടുപോയി. എൻ്റെ സങ്കടങ്ങൾ മരവിച്ചു പോയി. അടുക്കളയിൽ നിന്ന് ബീവിയുമ്മയ്ക്കുള്ള ഭക്ഷണം എടുക്കുകയായിരുന്നു കല്യാണി. ഷാഫിക്ക അകത്തെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അടുത്തായി മുന്താസിത്ത നിന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുമുണ്ട്. എനിക്ക് ഇന്നലെ മുതൽ വല്ലാത്തൊരു അസ്വസ്ഥത, ദേഹം കുളിരുന്ന പോലെ, ആകെ മൊത്തം ഒരു ക്ഷീണം. മുന്തസ്ത പറയുന്നത് കല്ലുവിൻ്റെ ചെവിയിൽ പതിഞ്ഞു. ബീവിയുമ്മയുടെ മുറിയിലേക്ക് കടക്കുമ്പോൾ കണ്ടു കഴിച്ചെഴുന്നേറ്റ് പോകാൻ നേരം നോട്ടുകൾ മുന്താസിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന ഷാഫിക്കയെ. വയ്യെങ്കിൽ ഡോക്ടറെ കണ്ടോ, ഡ്രൈവറോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അയാൾ പുറത്തേക്ക് കടന്നു. ഉമ്മറത്തിരിക്കുന്ന ഹാജറുമ്മയുടെ കാൽ വേദന കുറഞ്ഞോ ഉമ്മ എന്നും ചോദിച്ച് അയാൾ നീർക്കെട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു. മുന്തസിത്ത കാശും കയ്യിൽ പിടിച്ച് ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചേർത്ത് പിടിക്കലോ നിനക്ക് വെയ്യേ എന്ന ആവലാതിയോ മാറിക്കോളും എന്ന് പറഞ്ഞുള്ള ഒരു ആശ്വാസവാക്കോ ഒന്നുമില്ലാതെ കുറച്ച് കാശ് തന്നുപോയി. ആ നോട്ടുകൾ മുന്തസിൻ്റെ കയ്യിലിരുന്ന് ഞെരിഞ്ഞു. ഞാൻ ശരിക്കും ആ പോയ മനുഷ്യൻ്റെ ആരാണ്? മുന്തസ് ഉള്ളിൽ ആ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഉള്ളിൽ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരുന്നു. കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലാണ് കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്ത പാർട്ടുമായി നാളെ വരാം. താങ്ക് യു.